ഹായ് ഹലോ വെൽക്കം ബാക്ക്. അങ്ങനെ സീഷാങ് ജാങ്ങിനോട് പറയുകയാണ്, ചെറുപ്പം മുതലേ എൻ്റെ ലൈഫിൽ എൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ മാത്രമാണ് നടന്നിട്ടുള്ളൂ. കുട്ടിക്കാലത്ത് വെറും പഠിപ്പ് മാത്രമായിരുന്നു എൻ്റെ ജീവിതം. എപ്പോഴും പഠിക്കണം, കുറെ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യണം, പഠിപ്പിൽ എനിക്ക് വന്ന മികവുകൾ അച്ഛനെ കാണിക്കണം. അത് മാത്രമാണ് കുട്ടിക്കാലത്തെ എൻ്റെ ഓർമ്മകൾ. എൻ്റെ ലൈഫ് ഇപ്പോഴും നിയന്ത്രിക്കുന്നത് എൻ്റെ അച്ഛൻ തന്നെയാണ്. ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കാനോ ഇഷ്ടമുള്ള ജോലി ചെയ്യാനോ, എന്തിനു പറയുന്നു ഇഷ്ടപ്പെട്ട ഒരാളെ സ്നേഹിക്കാനോ എനിക്ക് ഒരു അധികാരവും തന്നിട്ടില്ല. എൻ്റെ ലൈഫിൽ എനിക്ക് വേണ്ടത് ഫ്രീഡമാണ്. ഫ്രീഡം എന്താണെന്ന് പോലും എനിക്ക് ഇതുവരെ അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അങ്ങനെ അവൻ ഒരുപാട് വിഷമിക്കുമ്പോൾ ജാങ് പറയുകയാണ്, നിന്റെ പേര് സീഷാങ് എന്നല്ലേ? അതിനർത്ഥം ഫ്രീഡം എന്നാണ്. നിനക്ക് ഉറപ്പായിട്ടും നല്ല സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ പറന്നുയരാനായിട്ട് സാധിക്കും. അങ്ങനെ അടുത്ത ദിവസം ജാങ് പഠിപ്പിച്ചു കൊടുത്ത സൈൻ ലാംഗ്വേജുകൾ സീഷാങ് ചെയ്തു നോക്കുകയാണ്. ജോൺസൺ ഇന്നും ബാറിലേക്ക് പോകുന്നുണ്ട്. അവൻ അങ്ങനെ ബാറിൽ പോയി തിരിച്ചു വരുമ്പോൾ അവനെ ഒരാൾ ഫോളോ ചെയ്യുകയാണ്. ജോൺസൺ വിചാരിക്കുന്നത് അവനെ ഫോളോ ചെയ്യുന്നത് ഷിൻജ ആണെന്നാണ്. പക്ഷേ അത് ഷിൻജ ആയിരിക്കില്ല. ഡോങ് പറഞ്ഞയച്ച ശരിക്കുള്ള ഗുണ്ടയായിരിക്കും. ആ ഗുണ്ട ജോൺസനെ ഷൂട്ട് ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോഴേക്കുമാണ് ജോൺസനെ ആക്രമിക്കാനായിട്ട് ഷിൻജ വരുന്നത്. ഷിൻജ വന്നത് കൊണ്ട് മാത്രം ആ ഗുണ്ട ജോൺസനെ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ജോൺസൺ ഷിൻജയെ അവിടെ നിന്നും കൊണ്ടുപോവുകയാണ്. അപ്പോൾ തന്നെ ആ ഗുണ്ട ഡോങ്ങിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, സീഷാങ്ങിനെ കൊല്ലാനായി വേറെ ആരെയെങ്കിലും പറഞ്ഞയച്ചിട്ടുണ്ടോന്ന്. അതിന് ഡോങ് ഒരുപാട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുകയാണ്, ഡോങ് ഇവനോട് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ സീഷാങ്ങിനെ കൊല്ലണമെന്ന്. ആ ഗുണ്ടയും ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ കോൾ കട്ടാക്കിയ ഉടനെ തന്നെ സീഷാങ്ങിനെ കൊല്ലാൻ അവരെ ഏൽപ്പിച്ച ആ ബോസ് വിളിക്കുകയാണ്. സീഷാങ്ങിനെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തത് അവന്റെ സ്വന്തം കസിൻ ബ്രദർ ആണ്. സീഷാങ്ങിന് അവന്റെ ബ്രദറിനെ ഒരുപാട് ഇഷ്ടാണെങ്കിലും ബ്രദർ ഡോങ്ങിനോട് പറയുന്നത് സീഷാങ്ങിനെ എത്രയും പെട്ടെന്ന് കൊല്ലണം എന്നാണ്. ഡോങ്ങും അതിനോക്കെ പറയുന്നുണ്ട്. ജോൺസൺ ഷിൻജയോട് പറയുന്നുണ്ട്, അന്നൊരു ദിവസം നമ്മുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞതാണ്, ഇന്ന് നമ്മുടെ സെക്കൻഡ് നൈറ്റാ. ബട്ട് അതിനു മുന്നേ ആരാണ് നിന്നിങ്ങോട്ട് പറഞ്ഞയച്ചെന്ന് നീ എന്നോട് പറയണം. പക്ഷെ അവനാണെങ്കിൽ അവൻ ആരാ പറഞ്ഞയച്ചേ എന്നൊന്നും പറയുന്നില്ല. പകരം ജോൺസന്റെ തലയില് പെട്ടെന്ന് ഇടിക്കുകയാണ്. ഉടനെ തന്നെ ജോൺസന്റെ ബോധം പോകുന്നുണ്ട്. അവൻ താഴെയും വീഴുന്നുണ്ട്. എന്നിട്ട് ഷിൻജ കത്തിയെടുത്തുകൊണ്ട് ജോൺസനെ കുത്താനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അവനതിന് സാധിക്കുന്നില്ല. നിന്നെ ഞാൻ വേറൊരു ദിവസം കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് അവന്റെ പേഴ്സും വാച്ചും മോഷ്ടിച്ച് വേഗം തന്നെ കടന്നു കളയുകയാണ്. അങ്ങനെ അടുത്ത ദിവസം ജോൺസൺ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അവന്റെ അവസ്ഥ കാണുമ്പോൾ സീഷാങ്ങിന് ഒരുപാട് സന്തോഷം തോന്നുകയാണ്. ആ സമയത്താണ് സോങ് അങ്ങോട്ട് വരുന്നതും ജാങ്ങിനെ നോക്കിക്കൊണ്ട് നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നതും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കുറച്ചങ്ങ് മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുകയാണ് അവരുടെ രണ്ടുപേരുടെയും ബോസ് സീഷാങ് ആണെന്ന്. സോങ് സീഷാങ്ങിനെ കുറിച്ച് കുറച്ച് കുറ്റങ്ങളൊക്കെ പറയുമ്പോൾ ജാങ് അവനെ സപ്പോർട്ട് ചെയ്ത് പറയുകയാണ് അവനൊരു പാവാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർ സംസാരിക്കുന്നത് സൈൻ ലാംഗ്വേജിലാണ്. അതുകൊണ്ട് തന്നെ സീഷാങ്ങിന് ഒന്നും മനസ്സിലാകുന്നില്ല. എന്നാലും അവന് ഒരുപാട് കുശുമ്പ് തോന്നുന്നുണ്ട്. സോങ്ങിന് സൈൻ ലാംഗ്വേജ് ഒക്കെ അറിയാലോ, അതുകൊണ്ട് തന്നെ അവളും ജാങ്ങും ഒരുപാട് ക്ലോസ് ആണ്. അങ്ങനെ സീഷാങ്ങും വിചാരിക്കുന്നുണ്ട് അവൻ എത്രയും പെട്ടെന്ന് സൈൻ ലാംഗ്വേജ് പഠിക്കണം, എന്നിട്ട് ജാങ്ങുമായിട്ട് സോങ്ങിനെ കാട്ടി നല്ലോണം കമ്പനി ആവണമെന്ന്. അങ്ങനെ അവൻ സൈൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് തുടങ്ങുകയാണ്. അവൻ ഇത്രയും കഷ്ടപ്പെടുന്നത് ജാങ് കാണുന്നുണ്ട്. ജാങ്ങുമായിട്ട് സംസാരിക്കാനാണ് അവൻ കഷ്ടപ്പെടുന്നതെന്ന് ജാങ്ങിനും വളരെ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. സൈൻ ലാംഗ്വേജ് പഠിക്കുന്ന കാര്യം സീഷാങ് വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. ജാങ്ങും അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സീഷാങ് ആദ്യമായിട്ടാണ് ഒരു കാര്യം ചെയ്യാനായിട്ട് ഇത്രയും എഫേർട്ട് ഇടുന്നത്. അത് ജോൺസനെ നോട്ട് ചെയ്യുന്നുണ്ട്. സീഷാങ്ങിന് ചായ കൊണ്ടു കൊടുക്കുമ്പോൾ സൈൻ ലാംഗ്വേജിലാണ് അവൻ താങ്ക്സ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട് സ്നാക്സും കൂടി ഉണ്ടെങ്കിൽ വളരെ നന്നായേനെന്ന്. അതിന് ജാങ് പറയുന്നുണ്ട് സ്നാക്സ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ തന്നെ കൊണ്ടുവരാന്ന്. ജാങ് എന്താ പറഞ്ഞെന്ന് സീഷാങ്ങിന് മനസ്സിലാകുന്നുണ്ട്. അത് കാണുമ്പോൾ ജാങ് ആകെ ഞെട്ടിപ്പോവാണ്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട് നീ പെട്ടെന്ന് തന്നെ എല്ലാം പഠിച്ചെടുക്കുന്നുണ്ടെന്ന്. അതിന് സീഷാങ് പറയുന്നുണ്ട്
എനിക്ക് എല്ലാ ഭാഷകളും വേഗം വേഗം പഠിക്കാനായിട്ട് കഴിയും. ആംഗ്യ ഭാഷ എന്ന് പറയുന്നതും മറ്റൊരു തരത്തിലുള്ള ഭാഷയല്ലേ നിന്റെ ഭാഷ? അത് കേൾക്കുമ്പോൾ ജാങ്ങിന് ഒരുപാട് സന്തോഷാവുകയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നീ പറഞ്ഞത് വളരെ ശരിയാണ്. സൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭാഷയാണ്. അപ്പോഴാണ് സീഷാങ്ങിന് ബാക്ക് പെയിൻ ഉണ്ടെന്ന് പറയുന്നത്. ജാങ് പറയുന്നുണ്ട്, നീ ആ കബോർഡിനുള്ളിലല്ലേ കിടന്നുറങ്ങുന്നത്, അതുകൊണ്ടാണ് ബാക്ക് പെയിൻ വരാൻ കാരണം. ശരിക്കുറങ്ങിയാൽ മാത്രമാണ് ഈ ബാക്ക് പെയിൻ പോവുള്ളൂ. നീ എന്തിനാ അതിനുള്ളിൽ പോയി ഉറങ്ങുന്നത്? സീഷാങ് പറയാണ്, ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കബോർഡിനുള്ളിൽ ഒരുപാട് സമയം ഒളിച്ചിരിക്കാറുണ്ടായിരുന്നു. അതിനുള്ളിൽ എന്നെ നിയന്ത്രിക്കാൻ ആരും ഉണ്ടാവാറില്ല. അതായിരുന്നു എന്റെ ലോകം. എനിക്കിഷ്ടമുള്ളതൊക്കെ അതിനുള്ളിൽ എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. ആ കബോർഡിനുള്ളിൽ ഞാൻ എന്റെ സ്വന്തം ബോട്ട് ഓടിക്കുമായിരുന്നു. എന്നിട്ട് അതിൽ കയറി എനിക്ക് എവിടെ വേണമെങ്കിലും പോകാം. ഒരാൾ പോലും എന്നെ നിയന്ത്രിക്കില്ല, പോകണ്ടെന്നും പറയത്തില്ല. എന്റെ അച്ഛന് പോലും എന്നെ തടയാനായിട്ട് സാധിക്കത്തില്ല. അതെല്ലാം കേൾക്കുമ്പോൾ ജാങ്ങിന് ഒരുപാട് സങ്കടാവുകയാണ്. അവന് ഒരുപാട് പൈസയുണ്ട്, പക്ഷെ സന്തോഷം എന്താണെന്ന് അവൻ അറിയാനായിട്ട് സാധിച്ചിട്ടില്ല. ജാങ്ങിന്റെ വിഷമം കാണുമ്പോൾ സീഷാങ് എഴുന്നേൽക്കുവാണ്. നീ എന്തിനാ വിഷമിക്കുന്നേ എന്നും ചോദിച്ചോണ്ട്. പെട്ടെന്നാണ് അവൻ വീഴാൻ പോകുന്നത്. ആ സമയത്ത് അവരുടെ രണ്ടുപേരുടെയും ലിപ്സ് ചെറുതായിട്ടൊക്കെ ടച്ച് ചെയ്യുന്നുണ്ട്. രണ്ടുപേർക്കും അത് ഫീൽ ചെയ്യുവാണ്. ഇനി എന്താ ചെയ്യാന്ന് രണ്ടുപേർക്കും അറിയത്തില്ല. അങ്ങനെ ജാങ് വേഗം തന്നെ പോകുന്നുണ്ട്, സ്നാക്സ് എടുത്തിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട്. സീഷാങ് ആണെങ്കിൽ ആകെ കിളി പോയിട്ട് അവിടെ ഇരിക്കുവാണ്. അങ്ങനെ സീഷാങ് അവന്റെ ജോലിയിൽ ചെറുതായിട്ടൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുകയാണ്. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ജാങ്ങിനോട് ചോദിക്കുന്നുണ്ട്, ജാങ്ങിന്റെ കേൾവിശക്തി പോയതിൽ അവന് വിഷമുണ്ടോന്ന്. ജാങ് പറയുകയാണ്, ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എന്റെ കേൾവിശക്തി പോയി. അതുകൊണ്ട് തന്നെ സൗണ്ടുകൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ മുതൽ ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ ആകെ ശ്രദ്ധിക്കുന്നത് എന്റെ ലൈഫിലേക്ക് വരുന്ന വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിടാനായിട്ട് റെഡി ആവുക എന്നതാണ്. അത് കേൾക്കുമ്പോൾ സീഷാങ്ങിന് ഒരുപാട് വിഷമാവുകയാണ്. നമ്മൾ എല്ലാ ദിവസവും ഓരോരോ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്, നമുക്ക് സംസാരിക്കാനും കഴിയുന്നുണ്ട്. പക്ഷെ ജാങ്ങിനാണെങ്കിൽ ഇത് രണ്ടിനും സാധിക്കുന്നില്ല. അങ്ങനെ അവൻ പറയുന്നുണ്ട്, ഞാൻ ഇനി എന്റെ ജോലിയിൽ ശ്രദ്ധിക്കാനായിട്ട് പോവാണ്. എനിക്കത് ചെയ്യാൻ കഴിയോ ഇല്ലേ എന്നത് രണ്ടാമത്തെ കാര്യം. ഞാൻ ആദ്യം നന്നായിട്ട് പരിശ്രമിക്കണം. നീ ഇത്ര ബുദ്ധിമുട്ടിയിട്ടും നിന്റെ ലൈഫിലെ വെല്ലുവിളികൾ ധൈര്യത്തോടെ നേരിടുന്നു. എന്റെ പ്രശ്നങ്ങളെ ഞാൻ ഫേസ് ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു നാണക്കേടാവത്തില്ലേ? അതുകൊണ്ട് തന്നെ ഇപ്പൊ മുതൽ എന്റെ വർക്കില് ഞാൻ ശ്രദ്ധിക്കാൻ പോവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ജാങ്ങിനും സന്തോഷാവുകയാണ്. അപ്പോഴാണ് ജാങ്ങിന് ഒരു മെസ്സേജ് വരുന്നത്. അവൻ വളരെ സന്തോഷത്തോടെയാണ് അത് വായിക്കുന്നത്. അത് കാണുമ്പോൾ സീഷാങ്ങിന് ഡൗട്ട് ആവുകയാണ്, ഇനി എങ്ങാനും ആ മെസ്സേജ് അയച്ചത് അവന്റെ ലവർ ആയിരിക്കോ? അങ്ങനെ അവൻ അത് ആരാണെന്ന് അറിയാനായിട്ട് നന്നായിട്ട് എത്തിച്ചു നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ജാങ് ആണെങ്കിൽ അത് കാണിച്ചു കൊടുക്കുന്നില്ല. അവൻ ഫോൺ നീക്കി വെച്ച് തിരിയുമ്പോൾ അവർ രണ്ടുപേരും ഒരുപാട് ക്ലോസ് ആയി പോകുന്നുണ്ട്. ആ ഒരു നിമിഷത്തിൽ സീഷാങ്ങിന് മനസ്സിലാവുകയാണ് അവന് ജാങ്ങിനെ ഇഷ്ടാണെന്ന്. സീഷാങ് അപ്പോൾ ഓർക്കുന്നത് അവരുടെ ലിപ്സ് നേരത്തെ കൂട്ടിമുട്ടിയല്ലോ, ആ ഭാഗങ്ങളാണ്. അവന്റെ ഫീലിങ്സ് ഇപ്പോ അവന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി എന്തൊക്കെ ഉണ്ടാകും എന്നറിയാനായി അടുത്ത എപ്പിസോഡുകൾക്കായി വെയിറ്റ് ചെയ്യാം. ബൈ ബൈ.